പോകുന്ന വീണ്ടും ഒരു മലപ്പുറം കാഴ്ചയിലേക്കാണ്. പൊന്മള ഗ്രൗണ്ടിൽ ഗോകുലുണ്ട്. ഗോകുലെ ദേ അവിടെയൊക്കെ ബെറ്റാണ്. ഇവിടുത്തെ ആരാധകർക്ക് എന്താണ്, വല്ല ബെറ്റുണ്ടോ അതോ വേറെന്തെങ്കിലും സർപ്രൈസുകളാണോ നൽകാനുള്ളത്? അനില, മണിക്കൂറുകൾ എണ്ണി കാത്തിരിക്കുകയാണ് ഇതാ ഫുട്ബോൾ ആരാധകരെ. മലപ്പുറം ജില്ലയിലെ പൊന്മളയിലാണ് 3:30 വേണ്ടി കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസമായി ഫുട്ബോൾ നടക്കുന്നുണ്ടെങ്കിലും ഇതാ ബ്രസീലിന്റെ കളി എന്താണ് തോൽവി ഇന്ന് വട്ട പൂളക്കൊമ്പ ഞങ്ങൾ 3-1 ജയിക്കും. 3-1 ജയിക്കും. ബ്രസീൽ ആരാധകർ മാത്രമല്ല, മുഴുവൻ ഫുട്ബോൾ ആരാധകരുമുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബ്രസീലിന്റെ വിജയത്തിനും ബ്രസീലിന്റെ തോൽവിക്കും കാത്തിരിക്കുന്ന ആളുകളാണ്. കുട്ടിപ്പട്ടാളങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. നേരത്തെ തന്നെ ഈ ഫുട്ബോളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വളരെ ആവേശത്തോട് കൂടിയിട്ടാണ് അവർ സ്വീകരിക്കുന്നത്. നമുക്ക് 3-1 ജയിക്കുന്ന പറയുന്നത്. 3-1 ഉറപ്പായിട്ട് ജയിക്കും. 3-1 ബ്രസീൽ ജയിച്ചിരിക്കും. മൊറോക്കോ ചെറിയ ടീമല്ല, സ്പെയിനെ പോർച്ചുഗലിനെയൊക്കെ തോൽപ്പിച്ച്. ഞങ്ങളെ കോച്ച് കാർലോസ് ആൻസലോട്ടിയാണ്. നെയ്മറൊന്നും കളിക്കുന്ന ഒരുപാട് താരങ്ങൾ പരിക്കിന്റെ പിടിയിലാണ്. നെയ്മറിനെ എക്സ്പെക്ട് ചെയ്ത് മാത്രമല്ല ഞങ്ങൾ കളിക്കുന്നത്. ഞങ്ങളുടെ എല്ലാവരും കളിക്കാരാ. ബ്രസീൽ തോൽക്കും 100%. ഇപ്രാവശ്യം ഇവരാരെങ്കിലും മൊറോക്കോടെ കളി കണ്ടെക്കണോ ചോക്കി? ബ്രസീലിനോട് എല്ലാവരും ബ്രസീലിന്റെ രക്തത്തിന് ദാഹിക്കാണ്. പക്ഷേ ഇന്നത്തെ ജയം ബ്രസീലിന്റെ മാറ്റി മാത്രം. സ്വന്തം ടീം തോൽക്കുന്ന ആരും പറയില്ല. അതുകൊണ്ട് ബ്രസീൽ ഇന്ന് തോറ്റ് തൊപ്പിടും. അല്ല, നിങ്ങൾ പറയുന്നത് ബ്രസീൽ തോറ്റ് അർജന്റീന ഇപ്രാവശ്യം കപ്പടിക്കുന്നതാണോ പറയുന്നത്? ചരിത്രം ആവർത്തിക്കും. തുടർച്ചയായിട്ട് വേൾഡ് കപ്പ് അതാണ്. അപ്പൊ എന്തായാലും ബ്രസീലിന്റെ കാഴ്ച കാണാൻ പോയിട്ട് പക്ഷെ അവിടെ അർജന്റീനൻ ആരാധകർക്ക് ഇടയിലാണ് ചെന്ന് പെട്ടതെന്ന് തോന്നുന്നു. ബ്രസീലിന്റെ തോൽവി കാണാൻ ആഗ്രഹിക്കുന്നവരുടെ ഇടയിൽ പെട്ടുപോയി. പക്ഷെ ആ ചേട്ടൻ വീറോടെ പോരാടുന്നുണ്ട്. ഇതാണ് ബ്രസീലുകാരെ നമുക്കിഷ്ടം. കാരണം തോറ്റാലും ജയിച്ചാലും എല്ലാ കാലത്തും അവർക്കൊപ്പം നിൽക്കുന്നത് തന്നെയാണ് ലോയൽ ഫാൻസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.